കൊൽക്കത്ത കേസിൽ ബംഗാൾ സർക്കാരിന് വീണ്ടും വിമർശനവുമായി സുപ്രീം കോടതി. കഴിഞ്ഞ 30 വർഷത്തിൽ ഇങ്ങനെ ഒരു കേസ് കണ്ടിട്ടില്ല. കുറ്റക്കാരായ ആളുകളെ പിടികൂടുന്നതിനായുള്ള കാലതാമസമാണ് കേസ് അന്വേഷണത്തിലുണ്ടായതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി CBI കോടതിയെ അറിയിച്ചു. CBIയും കൊൽക്കത്ത പോലീസും തൽസ്ഥിതി റിപ്പോർട്ട് കോടതിയെ സമർപ്പിച്ചു. സമരം തുടരുന്ന ഡോക്ടർമാർ എത്രയും വേഗത്തിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ് കോടതി കേസ് പരിഗണിച്ചത്. ഡോക്ടർമാരുടെ എല്ലാ പ്രശ്നങ്ങളും കോടതി തന്നെ നിയോഗിച്ച കർമ്മസമിതി പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉറപ്പു നൽകി. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ 48 മണിക്കൂർ വരെ ദിവസവും ജോലി ചെയ്യുന്ന സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കവേ ബംഗാൾ സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. ഇതൊരു കൊലപാതകമാണെന്ന് ആദ്യം മനസ്സിലായില്ലേ എന്ന് കൊൽക്കത്ത പോലീസിനോട് കോടതിയുടെ ചോദ്യം. പോലീസിന്റെ ഭാഗത്തു നിന്നും കേസന്വേഷണത്തിൽ കുറ്റകരമായ കാലതാമസമുണ്ടായി. കുട്ടി കൊല്ലപ്പെട്ട വിവരം പുറത്തുവരുന്നത് ഓഗസ്റ്റ് 9 പുലർച്ചെയാണ്. FIR രജിസ്റ്റർ ചെയ്തത് രാത്രി 11:30 ശേഷം. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്ന് കോടതി ചോദിച്ചു. കേസിൽ തെളിവ് നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് CBI സുപ്രീം കോടതിയെ അറിയിച്ചു. ആത്മഹത്യയായി സംഭവത്തെ ചിത്രീകരിക്കാൻ ശ്രമം നടന്നതായും കുടുംബത്തെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചതായും CBI വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നിർണായക കേസ് പരിഗണിച്ചത്. ജനം, ഡൽഹി.